എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് കാർപ്പും അവന്റെ നേവി സോൾജിയേഴ്സും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ലൂഫിയെ പിടിക്കാനായിട്ട് ഐലാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കാർപ്പിനെ പിടികിട്ടും. ലൂഫിയും ടീമും അവിടുന്ന് രക്ഷപ്പെടാൻ പോവാണെന്ന് കാർപ്പ് ദേഷ്യപ്പെട്ട് പറയും. ഒരു കാരണവശാലും ലൂഫിയും ടീമും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവാൻ പാടില്ല. എന്ത് വില കൊടുത്തും അവനെ പിടിച്ചേ പറ്റൂ. ഇവിടെ കണ്ണാടി പയ്യനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമല്ലേ അവരെ കണ്ടത്. പിന്നിപ്പോ പെട്ടെന്ന് എന്തു പറ്റി ഒരു മനമാറ്റം? അപ്പോഴായിരിക്കും അവൻ കാണാ ദൂരത്തായിട്ടിരിക്കുന്ന അവക്കിജിയെ. കാർപ്പ് സ്നെയിലിലൂടെ ലൂഫി അവന്റെ ഗ്രാൻഡ് സൺ ആണെന്ന് പറഞ്ഞ കാര്യം അത് അവക്കിജി അവൻ കറക്റ്റ് ആയിട്ട് കേട്ടിരുന്നു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ലൂഫിയെ പിടാതെ പിടിക്കണമെന്ന് ഇപ്പൊ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഉടനെ അവക്കിജി പറയും, ഞാൻ ഇതിന് നിങ്ങളെ സഹായിക്കില്ല. അവനെ കണ്ടെത്തേണ്ടതും അവന്റെ സംഘത്തിനെ കീഴ്പ്പെടുത്തേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ലൂഫി നിങ്ങളുടെ ഗ്രാൻഡ് സൺ ആണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അത്രയും വലിയ മണ്ടത്തരം കാണിച്ചത് നിങ്ങളാണ്. കാർപ്പിനാണെങ്കിൽ അത് കേട്ട് ദേഷ്യം എരച്ചരച്ചു വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ കപ്പൽ സ്റ്റാർട്ട് ചെയ്ത് പതിയെ വാട്ടർ ഐലാൻഡിൽ നിന്ന് അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ കാലുമേ കാലൊക്കെ കയറ്റിവെച്ച് ഹായായിട്ടിരിക്കുകയാണ്. ഉടനെ ബാക്കിയുള്ളവരെല്ലാവരും അവര് ലൂഫിക്ക് നേരെ തിരിഞ്ഞ് അവനോട് ചോദിക്കും, നമ്മൾ ഒരാളെ മിസ് ചെയ്തു. ഉസോപ്പ്, നീ ശരിക്കും ആലോചിക്ക്. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നമുക്ക് അവനെയും കൂടെ കൂടണ്ടേ? ലൂഫിക്കാണെങ്കിൽ ആ ചോദ്യം കേട്ട് ചിരി അതടക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി ഉസോപ്പ് നമ്മുടെ ആൾക്കാരുടെ കൂടെ തിരികെ പാച്ചപ്പ് ആവാൻ റിഹേഴ്സൽ എടുക്കുന്ന കാര്യം സാഞ്ചി കറക്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്ത് അത് ലൂഫിയെ അറിയിച്ചിരുന്നു. നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ഉസോപ്പുമായിട്ട് ഞാൻ ഓടി വരാന്ന് പറഞ്ഞ് ലൂഫി ഉസോപ്പിനെ വിളിക്കാൻ ചാടി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. ഉടനെ സോറ അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ലൂഫിയെ വിളിക്കും. ലൂഫി, ഒരു കാരണവശാലും നീ അവനെ വിളിക്കാൻ പോവാൻ പാടില്ല. കാരണം നമ്മുടെ ആരുടെയും വാക്ക് കേൾക്കാതെ അവൻ നമ്മളോട് ഫൈറ്റ് ചെയ്ത് ഇവിടുന്ന് പോയി. അത് അവന്റെ മിസ്റ്റേക്കാണ്. സോ അവനായി സ്വമനസാലെ തിരികെ വന്ന് നമ്മളോട് മാപ്പ് പറഞ്ഞ് തിരികെ ചേരണം. എങ്കിലും മാത്രമേ അവനെ കൂട്ടാൻ പാടുള്ളൂ. നാമിയും ചോപ്പറും ആണെങ്കിൽ ടെൻഷനാവും. അവര് പറയും, വീണ്ടും ഇതുപോലുള്ള തർക്കങ്ങളുടെ ആവശ്യമുണ്ടോ? അതിന് സോറ അവൻ തറപ്പിച്ചു പറയും, ഒരു കാരണവശാലും ഞാനിതിന് അനുവദിക്കില്ല. കാരണം നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അവൻ നമ്മളെ വിട്ടു പോയി. മാത്രമല്ല ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്ത് ഗോയിൻമറി കപ്പല് അത് അവന് വേണമെന്ന് വാശി പിടിച്ച് അവനത് സ്വന്തമാക്കി. എന്നിട്ടും അവന്റെ ദേഷ്യവും വാശിയും അടങ്ങിയിരുന്നില്ല. അവൻ തിരിച്ചു വരാനോ നമ്മളോട് സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. സോ ഇത്ര അഹങ്കാരിയായിട്ടുള്ള ഒരു മെമ്പറിനെ അത്ര എളുപ്പത്തിൽ തിരികെ വിളിക്കാൻ ഞാൻ അനുവദിക്കില്ല. മാത്രമല്ല നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റനാണ് ലൂഫി. സോ അവനൊരു വാല്യൂ ഉണ്ട്. കാര്യം ലൂഫി ഒരു മണ്ടനാണെങ്കിലും നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളാണ് ലൂഫി. ടീം ക്യാപ്റ്റൻ ലൂഫി പറയുന്നത് പോലെയാണ് ഈ ടീം മുൻപോട്ട് പോവേണ്ടത്. അങ്ങനെ പോയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ ടീം പിന്നീട് നിലനിൽക്കില്ല. അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഉസോപ്പ്, അവൻ തിരികെ വന്ന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇനി അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് അവനെ തിരികെ സ്വീകരിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അടുത്തതായിട്ട് ഈ ടീമിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് മറ്റാരും ആയിരിക്കില്ല, ഞാനായിരിക്കും. അത് കേട്ട് ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാർ ഷോക്കായി പോവും. നാമിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ സോറോ അവൻ അമ്പിനും വില്ലിനും അടുക്കില്ല. അതിന് സാഞ്ചി അവൻ നാമിയോട് പറയും, ചോറോ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. സോ നമുക്ക് കുറച്ചു നേരം കൂടെ ഉസോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവൻ ഉറപ്പായിട്ടും ഇവിടേക്ക് വരാതിരിക്കില്ല. ഇതെല്ലാം കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ ലൂഫിക്ക് ബുദ്ധി വെളിച്ചുണ്ടാവുക. കാരണം ടീമിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചതും ഫൈറ്റ് ചെയ്തതും ഒക്കെ തന്നെ ഉസോപ്പാണ്. സോ സോറോ പറഞ്ഞതുപോലെ അവൻ തന്നെ വേണ്ടേ തിരികെ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞ് ഈ ടീമിൽ ചേരാൻ. അതുകൊണ്ട് അങ്ങനെയൊന്നും നടക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ഉസോപ്പ് അവനാണെങ്കിൽ അവന്റെ ബാഗും സഞ്ചിയും ഒക്കെ എടുത്ത് അവന്റെ ഫ്രണ്ട്സിനെ തേടി ഉഷാറായിട്ട് ഓടുകയാണ്. ഉസോപ്പിനാണെങ്കിൽ പുതിയ കപ്പൽ കിട്ടിയ സന്തോഷത്തിലാണ്. ഉറപ്പായിട്ടും അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഞാൻ ആ പുതിയ കപ്പലില് ഒരു കലക്ക് കലക്കുന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ചാടി ഓടും. ആക്ച്വലി ഉസോപ്പിന് അവരുമായിട്ട് പാച്ചപ്പ് ആവാനുള്ള ഒരു ഐഡിയ പോലും ഇതുവരെ തെളിഞ്ഞു വന്നിട്ടില്ല. അവന്റെ കയ്യിൽ 100 ഐഡിയാസ് ഉണ്ട്. പക്ഷെ അതൊന്നും തന്നെ കറക്റ്റായിട്ട് വർക്കൗട്ടും ആവുന്നില്ല. ഉസോപ്പ് ആണെങ്കിൽ വമ്പൻ ഇമാജിനേഷനില് അങ്ങനെ ഓടുകയാണ്. ഉറപ്പായിട്ടും എന്നെ കാണുമ്പോ തന്നെ എന്റെ കാല് പിടിച്ച് കെഞ്ചി അവർ തിരികെ അവരുടെ ടീമിലേക്ക് ക്ഷണിക്കും. അതിനുശേഷം എന്നെ വൈസ് ക്യാപ്റ്റനാക്കി മാറ്റും. ഞാനൊരു പൊളിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ പകൽക്കിനാവൊക്കെ കണ്ട് മനക്കോട്ടയൊക്കെ കെട്ടി അങ്ങനെ മുൻപോട്ട് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ഇപ്പൊ പതിയെ കപ്പല് മുൻപോട്ട് നീക്കാൻ തുടങ്ങും. നാമിക്കും ചോപ്പറിനും ആണെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. കാരണം ഉസോപ്പ്
അവൻ ഇതുവരെ എത്തിയിട്ടില്ല. അവനെങ്ങനെ ഈ ഐലാൻഡിൽ തനിച്ചാക്കി പോവും? ആ നേവി ആൾക്കാർ വന്ന ഉറപ്പായിട്ടും അവരവനെ കൊണ്ടുപോകും. പിന്നീട് ഒരിക്കലും അവനെ തിരികെ കിട്ടില്ല. നാമി പറയും, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ, അല്പസമയം കൂടെ ഏതായാലും നമുക്കവന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് പോയാ പോരെ. എന്നിട്ടും അവൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്ക് പോവാം. അവളത് പറയുമ്പോ തന്നെ അവരുടെ കപ്പല് അതങ്ങനെ ഷെയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, കാർപ്പും അവന്റെ ടീമും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഇവർ ഇത്രയും പെട്ടെന്ന് നമ്മളെ പിടിക്കാനായിട്ട് തിരികെ എത്തിയോ? ഇനി രക്ഷയില്ല, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അപ്പൊ ഫ്രാങ്കിയൻ ടീംസ് ആണെങ്കിൽ അവരൊച്ച വെച്ചും നിലവിളിച്ചും പറയും, ലൂഫി എത്രയും പെട്ടെന്ന് കപ്പലുമായിട്ട് മുൻപോട്ട് പോ, അവരുറപ്പായിട്ടും നിങ്ങളുടെ കപ്പല് തകർക്കും, നിങ്ങളെയും അവർ പിടിച്ചുകൊണ്ട് പോവും. ഉടനെ കാർപ്പ് ആള് മൈക്കൊക്കെ എടുത്തു വെച്ച് ലൂഫിയെ വിളിക്കാൻ തുടങ്ങും. ലൂഫി, നീ എന്റെ ശബ്ദം അത് കേൾക്കുന്നുണ്ടോ? അതിന് ലൂഫി അവൻ ഫുൾ കലിപ്പില് ഗ്രാൻഡ്പയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ വീണ്ടും ഇവിടേക്ക് വന്നത്? എന്നെ പിടിക്കില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടതല്ലേ, എന്നിട്ട് എന്നെ പറ്റിച്ച് വീണ്ടും എന്നെ പിടിക്കാനായിട്ട് വന്നു അല്ലേ? അപ്പൊ ലൂഫിയുടെ ഗ്രാൻഡ്പ, എനിക്ക് വേറെ വഴിയില്ല, ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്, സോ നിന്നെയും നിന്റെ ടീമിനെയും എനിക്കിപ്പോ നശിപ്പിച്ചേ പറ്റൂ, എന്നോടൊന്നും തോന്നരുതെന്ന് പറഞ്ഞ് വലിയൊരു കനോൻ ബോൾ കൊണ്ടുവരാൻ അവന്റെ അസിസ്റ്റന്റിനോട് പറയും. ഒരു സോൾജിയർ ആണെങ്കിൽ ഒരു കനോൻ ബോൾ അതെടുത്ത് കാർപ്പിന്റെ കയ്യിൽ വെച്ച് കൊടുക്കും. അവനത് കൈവച്ച് ചുരുട്ടി അങ്ങനെ നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് നേരെ വലിച്ചെറിയും. പക്ഷെ ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആൾക്കാരുടെ കപ്പലില് അത് വീടില്ല. പക്ഷെ അതുണ്ടാക്കിയ ആ ഒരു പൊട്ടിത്തെറിയില് കപ്പലാണെങ്കിൽ ഇപ്പൊ അതിശക്തമായിട്ട് അങ്ങനെ ആടി ഒലയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കാർപ്പിന്റെ പവറും അവന്റെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇനി അവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും കാർപ്പ് ഇല്ലാതാക്കുമെന്ന്. ഇവിടെ ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ആവേശം കയറും. ആളാണെങ്കിൽ 1000 കനോൻ ബോൾസ് ഇവിടേക്ക് എത്തിക്കാനായിട്ട് അസിസ്റ്റൻസിനോട് പറയും. ഞൊടിയിടയിൽ അസിസ്റ്റൻസ് 1000 കനോൻ ബോൾസും ആളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ തുടങ്ങും. എത്രയും പെട്ടെന്ന് കപ്പലിന്റെ സ്പീഡ് കൂട്ട്, ഗ്രാൻഡ്പ ആളുടെ അറ്റാക്ക് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പൊ കറക്റ്റ് സമയത്ത് ചോപ്പറിന് അവനിപ്പോ ഉസോപ്പിന്റെ സ്മെല്ല് കിട്ടും. അവൻ ഉസോപ്പിന്റെ പേര് വിളിക്കും. അപ്പോഴേക്ക് ഉസോപ്പ് അവൻ ഓടി ഓടി ടാങ്കിയാൻ ടീംസിന്റെ ഇടയിലൂടെ മുൻപോട്ട് വരും. അപ്പൊ ദൂരത്തായിട്ട് കപ്പൽ പതിയെ കടലിലൂടെ നീങ്ങി മുൻപോട്ട് പോകുന്നത് കണ്ട് അവനങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. സോംബെ ഉസോപ്പിനോട് ചോദിക്കും, എന്തു പറ്റി, നീ പോകുന്നില്ലേ? ഉസോപ്പിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവരെന്താ എന്നെ വിട്ടിട്ട് പോയെ? ഞാനെങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തും? ഇനി ഒരുപക്ഷെ ആ നേവിയൻ ടീംസിനെ കണ്ടിട്ടാണോ അവർ പേടിച്ചു പോയത്? ആക്ച്വലി പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പാച്ചപ്പ് ആക്കിയതല്ലേ? ലൂഫി പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ നേവി ഫ്ലാഗ് പോലും തകർത്ത് കളഞ്ഞതല്ലേ? എന്നിട്ടും അവർക്ക് എന്നെ വേണ്ടാതായോ? നമ്മുടെ ലൂഫിക്കും ചോപ്പറിനും അവർക്ക് രണ്ടുപേർക്കും അറിയില്ല സോഹെ കിങ് അത് സാക്ഷാൽ ഉസോപ്പാണ് എന്നുള്ള കാര്യം. ഉടനെ ഉസോപ്പ് ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് കപ്പലിലേക്ക് പോണെന്ന് പറഞ്ഞ് അവൻ നല്ല സ്പീഡില് സ്റ്റെപ്പിലൂടെ താഴേക്ക് ഓടിയിറങ്ങും. ഇവിടെ കാർപ്പാണെങ്കിൽ അച്ചറം പൊച്ചറം ഓരോ കനോൻ ബോൾസ് ആയിട്ട് അങ്ങനെ വലിച്ചെറിയാണ്. ലൂഫി അവന്റെ വയറ് വെച്ച് ഓരോരോ ബോൾസ് ആയിട്ട് അങ്ങനെ റെസിസ്റ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് സോറോ അവന്റെ വാള് വെച്ച് ഓരോന്നിനെയും തകർക്കും. ചോപ്പർ ആണെങ്കിൽ ലൂഫിയോട് റിക്വസ്റ്റ് ചെയ്യും. അതിന് ലൂഫി പറയും, ഞാൻ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ലൂഫി അത് പറഞ്ഞത് അത് മറ്റൊന്നും കൊണ്ടല്ല, ഉസോപ്പ് അവനവന്റെ തെറ്റ് അത് ഇതുവരെയായിട്ട് ഏറ്റു പറഞ്ഞിട്ടില്ല. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ ഒരുപാട് ദൂരം കഷ്ടപ്പെട്ട് ഓടി വന്നിട്ടും അവർ കപ്പൽ നിർത്താതെ മുൻപോട്ട് കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഉസോപ്പ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ഉസോപ്പ് ലൂഫി ആയിട്ട് ഫൈറ്റ് ചെയ്തത്. ഉസോപ്പിന് അപ്പോഴായിരിക്കും അവന്റെ തെറ്റ് മനസ്സിലാവുക. എല്ലാവരും പറഞ്ഞത് ആ ഒരു കപ്പല് അത് മുഴുവനായിട്ടും തകർന്നു പോയി, അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അപകടത്തിൽ പെട്ടുപോകുമെന്നാണ്. പക്ഷെ ഉസോപ്പ് ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവാതെ ലൂഫിയൻ ടീമിനെ വെല്ലുവിളിച്ച് ലൂഫിയെ ഫൈറ്റ് ചെയ്ത് തകർത്ത് അവിടുന്ന് പോയി. സോ ഞാൻ ചെയ്തത് അതൊരു വലിയ തെറ്റാണെന്ന് അവൻ റിയലൈസ് ചെയ്യും. അവൻ പൊട്ടിക്കരഞ്ഞ് ഇപ്പൊ നിലവിളിച്ച് പറയും, ലൂഫി എന്നോട് ക്ഷമിക്ക്, ഞാൻ ചെയ്തതും പറഞ്ഞതും എല്ലാം തെറ്റാണ്. ഉടനെ ലൂഫിയും ചോപ്പറും അങ്ങനെ നമ്മുടെ എല്ലാ ആൾക്കാരും അത് കേട്ട് ഫ്രീസ് ആവും. ഉസോപ്പ് അവന്റെ തെറ്റ് അത് ആക്സെപ്റ്റ് ചെയ്ത് ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. ലൂഫിക്കും അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവനും കരഞ്ഞ് അവന്റെ കൈ അങ്ങനെ നീട്ടി ഉസോപ്പിന് നേർക്ക് നിൽക്കും. അടുത്ത സെക്കൻഡ് അവൻ ആ കൈ പിടിച്ച് കപ്പലിലേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.